ഇസ്രായേലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വയനാട് കോളിയാട് സ്വദേശി ജിനേഷിന്റെ ഭാര്യ രേഷ്മയുടെ മരണത്തിൽ ബ്ലേഡ് മാഫിയയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി കുടുംബം. ബ്ലേഡ് മാഫിയ സംഘം ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് രേഷ്മ സുൽത്താൻ ബത്തേരി പോലീസിന് നൽകിയ പരാതിയടക്കം ചൂണ്ടിക്കാണിച്ചാണ് കുടുംബം ആരോപണവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ 30-നാണ് രേഷ്മയെ ബത്തേരി കോളിയാടിയിലെ വീട്ടിൽ വിഷമുള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രേഷ്മ സ്വയം ജീവനെടുക്കാൻ കാരണം ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കോവിഡ് കാലത്ത് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഭർത്താവ് ജിനേഷ് ബീനാച്ചി പഴുപ്പത്തൂർ സ്വദേശികളിൽ നിന്ന് 20 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. ഇത് വിവിധ ഘട്ടങ്ങളിലായി പലിശ സഹിതം തിരിച്ചു നൽകിയെന്ന് വ്യക്തമാക്കുന്ന ജിനേഷിന്റെ പരാതിയുടെ പകർപ്പും രേഷ്മയുടെ പരാതിയുടെ പകർപ്പും കുടുംബം പുറത്തുവിട്ടു. അന്ന് നൽകിയ ബാങ്ക് ചെക്കുകളും മുദ്രപത്രങ്ങളും വ്യാജരേഖകളും ഉപയോഗിച്ച് ജിനേഷിന്റെ വീടും സ്ഥലവും തട്ടിയെടുത്തതിൽ മനം നൊന്താണ് രേഷ്മ ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. കടബാധ്യതയെ തുടർന്ന് ജിനേഷ് ഇസ്രയേലിലേക്ക് പോകും മുമ്പ് ഈ സംഘം തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായും പരാതിയുണ്ട്. 6 മാസം മുമ്പാണ് ഇസ്രയേലിൽ വെച്ച് ജിനേഷിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ജിനേഷിന്റെ മരണശേഷം ഇതേ സംഘം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചതായും സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായും രേഷ്മ ബത്തേരി പോലീസിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 27-ന് പരാതി നൽകിയിരുന്നു. ഭർത്താവ് ഒപ്പിട്ട് നൽകിയ രേഖകൾ തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരാതി. പിന്നെ ഇപ്പം ഈ വീട് ജപ്തി ചെയ്ത് ഇത് വന്നത് കൊണ്ടാണ് ഞങ്ങളുടെ മോള് നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ കുഞ്ഞിന് ആരുമില്ല. ഞങ്ങളൊക്കെ എത്ര കാലം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി വേണം. നമ്മുടെ വീട് പോകാൻ പാടില്ല. അറ്റാച്ച് ഇവരെ പോലെയുള്ളവർ മാത്രം ജീവിച്ചാൽ പോരാ, ഒന്നുമില്ലാത്തവർക്കും ജീവിക്കണ്ടേ. അപ്പം നീതി വേണം, നമുക്ക് ജീവിക്കണം. എൻ്റെ മോളും പോയി, എൻ്റെ മോനും പോയി. ഇനി ഞങ്ങൾക്ക് 10 വയസ്സുള്ള കുട്ടീനെ വളർത്തി എടുക്കാൻ അവൾക്ക് സുരക്ഷിതമായ ഒരു വീട് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയേ തീരുള്ളൂ. അതിന് എല്ലാവിധ സഹായങ്ങളും എല്ലാവരും വ്യാജരേഖകൾ ചമച്ച് സ്വത്ത് തട്ടിയെടുത്തുവെന്നും മകളുടെ മരണകാരണം ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഭീഷണിയെന്നും ചൂണ്ടിക്കാട്ടി രേഷ്മയുടെയും ജിനേഷിന്റെയും ബന്ധുക്കൾ നൽകിയ പരാതി ബത്തേരി പോലീസ് നിർബന്ധത്തിന് വഴങ്ങിയാണ് സ്വീകരിച്ചതെന്നും ആരോപണമുണ്ട്. ന്യൂസ് മലയാളം, വയനാട്.